ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മൾ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട കുറച്ച് ചേരുവകളുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലയും അതുപോലെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് എണ്ണയിലിട്ടിട്ട് ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം അതിലേക്ക് സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സബോള ചെറുതായി, അല്ല ചെറിയ ഉള്ളി നിങ്ങൾ എടുക്കുക വെച്ചാൽ അങ്ങനെ എടുത്തോളൂ. എന്നിട്ട് സബോളയും അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ദോശ മാവിലേക്ക് ഗോതമ്പ് മാവിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതേ സബോളയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ബീൻസ് അങ്ങനെ പച്ചക്കറികളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതൊന്നും ചേർക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ സബോള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നല്ല കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 4 സ്പൂൺ നാളികേരം ചേർക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്തോളൂ. ഇനി കൂടുതൽ ചേർക്കാൻ താല്പര്യമുള്ളവരാച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നാളികേരമൊക്കെ നമ്മൾ വറുത്ത് വരുന്നും വേണ്ട, അതായത് റെഡ് കളറായിട്ട് വരുന്ന പോലെ ചേർക്കൊന്നും വേണ്ട. സബോളയൊക്കെ നന്നായി വഴന്ന് വന്ന സമയത്താണ് നാളികേരം ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ നാളികേരം ചേർത്തിട്ട് വറക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു. ഒന്ന് ആ നാളികേരത്തിലെ ജലാംശം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റിപ്പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് അങ്ങനെ മാവിലേക്ക് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവിലേക്ക് ഇട്ട് കൊടുക്കുക, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിച്ചാൽ വെള്ളം അതനുസരിച്ച് ചേർത്തോളൂ. എനിക്ക് വെള്ളം പാകമായിരുന്നു. ഞാൻ ഇലക്കി വെച്ച മാവും അതുപോലെ തന്നെ ഈ കൂട്ടും അതിലേക്ക് ചേർത്തപ്പോൾ കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പാൻ ഏതാണോ അതടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഓരോ കയ്യിലും മാവ് കോരി ഒഴിച്ച് നമ്മൾ നല്ല പരത്തണം എന്നില്ല, ഒത്തിരി കട്ടിയിലായിട്ട് കേട്ടോ അങ്ങനെ ചേർക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് പച്ചമുളകൊക്കെ ഇടുന്നതിന് മുന്നേ ജീരകം ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതിനൊരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ മാവ് നമ്മൾ കോരി ഒഴിച്ചിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും മറിച്ചിട്ടിട്ട് സാധാരണ ദോശ ചെയ്യുന്ന പോലെ തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ എല്ലാം ഉള്ള കൂട്ടുകളും ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് പരത്തുന്നത് പോലെ ഇതെല്ലാം ഈ ചേരുവകളെല്ലാം ചേർത്ത് കുഴച്ചിട്ട് അങ്ങനെയും പരത്തിയെടുക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റിയാണ്, ഇത് ഹെൽത്തിയാണ് കേട്ടോ. ഇതിന് ചട്നി ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ വെള്ള കട്ട ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ